ഹായ് ഓൾ, വെൽക്കം ടു നോസിസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ചുഴലിക്കാറ്റ്. 2023-24 ഈ വർഷത്തെ ചുഴലിക്കാറ്റുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അറിയില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2023 മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോക്ക. ഓക്കെ, ഇത് പേര് നൽകിയ രാജ്യം യമനാണ്. മോക്ക എന്ന് പറഞ്ഞാൽ യമനിലെ ഒരു തുറമുഖമാണ്, ഒരു പട്ടണമാണ്. നാശം വിതച്ച പ്രദേശം ബംഗ്ലാദേശാണ്. ഓക്കെ അല്ലേ? അടുത്തത് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിപ്പർ ജോയ്. അർത്ഥം ദുരന്തം എന്നാണ്. ഇതിൻ്റെ മീനിങ് ദുരന്തം എന്നാണ്. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. നാശം വിതച്ച പ്രദേശം ഗുജറാത്ത്. ഓക്കെ, അടുത്തത് നോക്കൂ. 2023 ജൂലൈയിൽ ചൈന, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ദോക്സൂരി. 2023 ഓഗസ്റ്റിൽ ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഖാനൂൻ. 2023 ഓഗസ്റ്റിൽ തെക്ക് പടിഞ്ഞാറൻ അമേരിക്ക, കാലിഫോർണിയ ഭാഗങ്ങളിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി. 80 വർഷത്തിനിടയിൽ അമേരിക്കയിൽ വീശിയടിക്കുന്ന ആദ്യ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഇത്. 2023 ഓഗസ്റ്റിൽ US-ലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഡാലിയ. ഓക്കെ അല്ലേ? 2023 സെപ്റ്റംബറിൽ സോള ചുഴലിക്കാറ്റ് വീശിയ രാജ്യങ്ങളാണ് ചൈന, ഹോങ്കോങ്. 2023 സെപ്റ്റംബറിൽ സോള ചുഴലിക്കാറ്റ് വീശിയ രാജ്യങ്ങളാണ് ചൈന, ഹോങ്കോങ്. 2023 സെപ്റ്റംബറിൽ ഗ്രീസ്, ബൾഗേറിയ, ലിബിയ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഡാനിയേൽ. 2023 ഒക്ടോബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കൊയ്നു. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹാമൂൺ. പേര് നൽകിയ രാജ്യം ഇറാനാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി. ഇത് രണ്ടും പത്രത്തിൽ ഞാൻ കണ്ടിരുന്നു, അപ്പോൾ രണ്ടും നോക്കി വെച്ചിരിക്കുക. മിഥിലി. പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. അടുത്തത് 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ്. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. മിഷോങ്. പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. അർത്ഥം ശക്തി, പിൻവാങ്ങൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നാശം വിതച്ചത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഈ ക്വസ്റ്റ്യൻ PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 2024 ജനുവരിയിൽ ബേലാൽ ചുഴലിക്കാറ്റ് വീശിയത് മൗറീഷ്യസിലാണ് കേട്ടോ. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ബ്രിട്ടനാണ്. അടുത്തത് 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മേഘൻ. 2024 മാർച്ചിൽ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇത് ഗമാനെ. അടുത്ത പോയിന്റ്, 2024 മെയ്യിൽ ഹിദായ ചുഴലിക്കാറ്റ് വീശിയത് കെനിയയിലും ടാൻസാനിയയിലുമാണ് കേട്ടോ. 2024 മെയ്യിൽ ഹിദായ ചുഴലിക്കാറ്റ് വീശിയത് കെനിയ, ടാൻസാനിയ. 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റിമാൽ ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം ഒമാനാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് മേഖലയിലും അസം സംസ്ഥാനത്തുമാണിത് നാശം വിതച്ചത്. സോ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വരുന്ന എക്സാമുകൾ തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം ബാക്കിയുള്ള വരും മാസങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.